പാട്ടിൽ പാണ്ഡ്യഭാഷാ സാരൂപ്യം ബാഹുല്യേന കാണാമെന്ന് ലീലാതിലകരും പറയുന്നുണ്ട്. അതിന്ന് അർത്ഥമാക്കുന്നത് പാണ്ഡ്യഭാഷ രൂപങ്ങളെയല്ല അദ്ദേഹം ഈ പാണ്ഡ്യഭാഷാ സാരൂപ്യം ബാഹുല്യേന പാട്ടിൽ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അതതിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കേരള ഭാഷയിൽ തന്നെയാണ് പാട്ടെന്നാണ് അർത്ഥം. മണിപ്രവാളത്തിലെ കേരള ഭാഷ പാമര ജനപ്രസിദ്ധമാണെന്നാണ് പറയുന്നത്. പാമര ജനപ്രസിദ്ധമല്ല, പാമരന്മാർക്കുള്ളതാണ്. കേരള ഭാഷയെ ഉത്കൃഷ്ട അപകൃഷ്ട എന്ന് രണ്ടായിട്ട് ലീലാതിലകാരൻ തിരിക്കുന്നുണ്ട്. അതിൽ അപകൃഷ്ട ഭാഷ പാമര ജനങ്ങളുടേതാണെന്നും ഉത്കൃഷ്ട ഭാഷ പണ്ഡിതന്മാരുടേതാണെന്ന് ലീലാതിലകാരൻ തന്നെ പറയുന്നുണ്ട്. അതായത് പണ്ഡിതന്മാരെന്ന് വെച്ചാൽ ഈ ത്രൈവർണികരുടേതാണെന്ന്. മണിപ്രവാളത്തിൽ അനുനാസികാദി പ്രസരം തുടങ്ങിയിട്ടുള്ള നയങ്ങൾ വന്നു കഴിഞ്ഞിട്ടുള്ള രൂപങ്ങളും ഇവരുപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ചെന്തമിഴിൻ്റെ പാരമ്പര്യം പുലർത്തുന്ന പാട്ടുകളും അവ വരാത്ത യാഥാസ്ഥിതികമായ രൂപങ്ങളോടൊപ്പം നിൽക്കുന്ന പുതിയ രൂപങ്ങളൊക്കെ ഇവർ പ്രയോഗിച്ചിരുന്നു. എന്നിട്ടും രാമചരിതത്തിലെ തമിഴ് രൂപങ്ങളും മലയാള രൂപങ്ങളും ഇടകലർന്ന് കാണുന്നു എന്ന് പറയുമ്പോഴാണ് അത് അർത്ഥശൂന്യമായിട്ട് നമുക്ക് തോന്നുന്നത്. ഒരേ പദം തന്നെ രണ്ട് ഭാഷകളിലും കണ്ട കേരള ഭാഷാകൃതിയിൽ കേരള ഭാഷയിലെയും പാണ്ഡ്യഭാഷാകൃതിയിൽ പാണ്ഡ്യഭാഷയിലെയും പദമായി കരുത്തിക്കൊള്ളണമെന്നാണ് അങ്ങനെയുള്ളൊരു വാദം. ലീലാതിലകാരൻ്റെ വാദം നമുക്ക് വേണമെങ്കിൽ സ്വീകാര്യമായിട്ട് പറയാം. അപ്പോൾ രാമചരിതത്തിലെ ചെന്തമിഴ് പദങ്ങളുടെ കലർപ്പ് കാണുന്നു എന്ന് പറയുന്നത് ശരിയല്ല. കാരണം പാട്ടിന് ലക്ഷണം ചെയ്ത ലീലാതിലകാരന് പാട്ട് മിശ്രമാണെന്ന് ഒരു അഭിപ്രായം ഇല്ല. കേരള ഭാഷയുടെയും സംസ്കൃതത്തിൻ്റെയും കലർപ്പാണ് ഭാഷാമിശ്രം. മുഹൂർത്തവിധി പോലെയുള്ള ജ്യോതിഷ ഗ്രന്ഥങ്ങളിലെ ഭാഷാമിശ്രമാണ്. ശിവരാത്രി മഹാത്മ്യത്തിലെ ഭാഷാമിശ്രമാണെന്ന് പറഞ്ഞ് നിന്ദിക്കരുതെന്ന് ആണ് ഭാഷാമിശ്രമെന്തികഴാതെ എന്ന് പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ തൻ്റെ കൃതി തമിഴ് കവിയാണെന്ന് ചീരാമൻ തന്നെ കൃതിയിൽ ഒരിടത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഭാഷാകാവ്യം അഥവാ കേരള ഭാഷാഗാനം ആണ് ഇത് എന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാം. ഇന്നത്തെ മലയാളവുമായി താരതമ്യപ്പെടുത്തുമ്പോഴാണ് മലയാളത്തിൽ ഇല്ലാത്തതും തമിഴിൻ്റെന്ന് പറയാവുന്നതുമായിട്ടുള്ള പദങ്ങളും പ്രയോഗങ്ങളും വ്യാകരണ കാര്യങ്ങളും ഒക്കെ നമുക്ക് അതിലുണ്ടെന്ന് പറയാൻ പറ്റുന്നത്. പക്ഷെ അതെഴുതിയ കാലത്തെ മലയാളവുമായി താരതമ്യപ്പെടുത്തിയാൽ തമിഴിൻ്റെന്ന് മാത്രം പറയാവുന്ന ഒന്നും ഉണ്ടാവില്ല അതിൽ. രാമചരിതം അതുണ്ടായ കാലത്ത് മലയാളം പാട്ടിന് ഉപയോഗിച്ച സാഹിത്യ ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത് എന്ന ഉള്ളൂർ അഭിപ്രായപ്പെടുന്നത് വളരെ ശരിയാണ് താനും. അപ്പോൾ രാമചരിതം ഒരു മലയാള കൃതിയാണ്. ചെന്തമിഴ് പാട്ടോ മിശ്രഭാഷാ പാട്ടോ ഒന്നുമല്ല. അന്ന് മണിപ്രവാള മലയാളം അന്ന് ആ കാലഘട്ടത്തിൽ മണിപ്രവാള മലയാളം ഉണ്ടായിരുന്നു, സംഭാഷണ ഭാഷ വേറെ ഉണ്ടായിരുന്നു. ഈ രണ്ടിലും അല്ല രാമചരിതം രചിക്കപ്പെട്ടിരിക്കുന്നതും. ഇനി ഇതിൻ്റെ ഭാഷാപരമായ പ്രത്യേകതകൾ പറയുമ്പോൾ ആധുനിക മലയാളത്തിൽ പ്രയോഗത്തിലില്ലാത്ത പല പദങ്ങളും പ്രയോഗങ്ങളും ശൈലികളും ഒക്കെ ഇതിലുണ്ട്. ശബ്ദസമുച്ചയം, വ്യാകരണ കാര്യങ്ങൾ, പ്രയോഗരീതി, ഇതൊക്കെ നോക്കുമ്പോൾ രാമചരിത ഭാഷയിൽ സംസ്കൃതത്തിൻ്റെ സ്വാധീനമൊക്കെ ചെറിയ തോതിലുണ്ട്. തമിഴ് കാവ്യ പാരമ്പര്യത്തിൽ നിലയുറപ്പിച്ചുകൊണ്ട് തന്നെ അക്കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്ന കേരള ഭാഷയുടെ സ്വഭാവങ്ങളും ഈ കൃതിയിൽ കാണാം. ഈ കൃതി പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ വിഭക്ത്യന്ത സംസ്കൃത പദങ്ങളൊക്കെ വിരളമായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ 9 എണ്ണം ഉണ്ടെന്ന്. അതുപോലെ ദ്രാവിഡാക്ഷരങ്ങൾ കൊണ്ട് എഴുതാവുന്ന സംസ്കൃത തത്സമങ്ങളുണ്ട്, ഒട്ടേറെ തത്ഭവങ്ങളുണ്ട്. സംസ്കൃത പ്രകൃതിജന്യമായ ക്രിയകൾ ഒരു 45ഓളം ക്രിയകൾ വരുന്നുണ്ട്. അതുപോലെ സംസ്കൃതീകൃത ഭാഷാപദങ്ങളും ഇതിലുണ്ട്. പിന്നെ മറ്റ് സന്ധി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സവർണ ദീർഘത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള സന്ധി കാര്യങ്ങൾ, സമുച്ചയ നിപാതം ഒക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. സമുച്ചയ നിപാതം ഘടകപദങ്ങളെ സമുച്ചയിക്കുന്നത് അതും ഇതിലുണ്ട്. വിശേഷണ വിശേഷ്യ പൊരുത്തം ഇവയൊക്കെ തുടങ്ങിയുള്ള വ്യാകരണ കാര്യങ്ങളൊക്കെ ഇതിൽ നോക്കുമ്പോൾ സംസ്കൃതത്തിൻ്റെ സ്വാധീനമുണ്ട്. പിന്നെ ആധുനിക മലയാളത്തിൽ ഇല്ലാത്ത ചില വർണ്ണവികാരങ്ങൾ, സന്ധി വികാരങ്ങൾ, അതുപോലെ പുരുഷ പ്രത്യയ സഹിതവും രഹിതവുമായിട്ടുള്ള പൂർണ്ണക്രിയകൾ, ഇതു ഈതു ഉതു ഊതു തുടങ്ങിയ ഉപയോഗിച്ചിട്ട് ഉള്ള ലിംഗവചന പുരുഷ കാല ഭേദമില്ലാതെയുള്ള പൂർണ്ണക്രിയകളൊക്കെ ഇതിലുണ്ട്. ഇയ എന്നതിന് പകരം ഇന ചേർന്ന ഭൂതപേരച്ചങ്ങൾ, അന ചേർന്നുള്ള ഭൂതവർത്തമാന പേരച്ചങ്ങൾ ഇതിലുണ്ട്. പിന്നെ ആദ, അതായത് ആധുനിക മലയാളത്തിലെ ആത്ത, അതായത് നിഷേധ പേരച്ച രൂപം, അല്ല എന്ന നിഷേധ പേരച്ച രൂപം അതുണ്ട്.
പിന്നെ കാപ്പാൻ, ചെയ്യാൻ, ചെയ്യപ്പെടുവാൻ തുടങ്ങിയ വിനയിച്ച രൂപങ്ങൾ, പിറന്താൻ, വായ്പാർ തുടങ്ങിയ പുരുഷ പ്രത്യയ പൂർണ്ണക്രിയാരൂപങ്ങൾ അതും രാമചരിതത്തിലുണ്ട്. മലയാളത്തിൽ ഇപ്പോഴുള്ള ലിംഗവചന പ്രത്യയങ്ങളൊക്കെ രാമചരിത ഭാഷയിൽ ഭൂരിഭാഗവും കാണാം. പിന്നെ സംബന്ധികയുടെ അർത്ഥത്തിൽ ഉദ്ദേശിക വിഭക്തി രൂപം, സംസ്കൃതത്തിലെ പഞ്ചമി വിഭക്തി അർത്ഥം കുറിക്കാൻ പ്രയോജിക വിഭക്തി പ്രത്യയമായ ആൽ, അതൊക്കെ ഇതിൽ പ്രയോഗിച്ച് കാണുന്നുണ്ട് രാമചരിതത്തിൽ. പിന്നെ ഡേ എന്ന സംബന്ധിക വിഭക്തി പ്രത്യയം ഇതിൽ കാണുന്നില്ല. ഉടൈ ആണ് സാധാരണയായിട്ട് കാണുന്നത്. അതു പ്രത്യയം ചേർന്നിട്ടുള്ള അതു എന്ന പ്രത്യയം ചേർന്ന 5 രൂപങ്ങളുണ്ട്. പിന്നെ ഇട, ഇടേ, ഇൽ, കൽ, കാൾ, ഉൾ, തു, അത്തു തുടങ്ങിയ 15ഓളം ആധാരിക വിഭക്തി പ്രത്യയങ്ങൾ ഈ രാമചരിതത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഉത്തമ പുരുഷ സർവനാമം ഞാൻ എന്നതിന് പകരം ചിലയിടത്ത് യാൻ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. പക്ഷെ ഏനെന്നും ഞാനെന്നും ഇല്ല. ഏനെന്നും ഞാനെന്നും രാമചരിതത്തിൽ കാണുന്നില്ല. ഇനിക്കു, ഇനിക്കി ഇവ രണ്ടെണ്ണം കാണുന്നത് ഒരു വാമൊഴി സ്വാധീനം കൊണ്ടുണ്ടായതാണ്. ഒരു ഉദ്ദേശികയ്ക്ക് പകരമായിട്ടാണ് കേട്ടോ. ഉദ്ദേശികയുടെ വിഭക്തി രൂപത്തിലാണ്. അതൊരു വാമൊഴി സ്വാധീനത്തിലാണ് ഉണ്ടായതെന്നാണ് കരുതുന്നത്. പിന്നെ എങ്കൽ, എങ്ങൾ, ഞങ്ങൾ ഇങ്ങനെ ശ്രോതാക്കളെ ഉൾപ്പെടുത്താത്തതും എം, നം, നാം എന്നിങ്ങനെ ശ്രോതാക്കളെ ഉൾപ്പെടുത്തിയിട്ടുള്ളതുമായിട്ടുള്ള ബഹുവചന രൂപങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ നമ്മൾ, നാങ്കൾ എന്നിവയൊന്നും ഇതിലില്ല രാമചരിതത്തിൽ. ഇനി മധ്യമ പുരുഷ ബഹുവചനമായിട്ട് നിൻ, നിങ്ങൾ, നേർ, നിങ്ങൾ, ഉങ്കൾ ഇവയൊന്നും കാണുന്നില്ല. പക്ഷെ നിങ്ങൾ തമ്മിൽ എന്നുള്ള അർത്ഥത്തിൽ, നിങ്ങൾ തമ്മിൽ എന്നുള്ള അർത്ഥത്തിൽ നിമ്മിൽ എന്ന് 3 പ്രയോഗിക്കുന്നുണ്ട്. പിന്നെ തങ്ങൾ, തങ്ങൾ, താം ഇവയാണ് സ്വവാചി സർവനാമത്തിൻ്റെ ബഹുവചന രൂപങ്ങളായിട്ട് ഇതിൽ പറയുന്നത്. പിന്നെ കേരള പാണിനി പറയുന്ന അനുനാസികാദി പ്രസരം തുടങ്ങിയിട്ടുള്ള നയങ്ങൾ പൂർണ്ണമായി കാലഘട്ടത്തിൽ നടപ്പിലായി കഴിഞ്ഞിട്ടില്ല. കാനനങ്ങളിൽ എന്നല്ല, കാനനങ്ങളിൽ എന്ന് തന്നെയാണ്. അതുപോലെ അവതരിത്താദിയെ എന്നാണ്, അവതരിച്ചാദിയെ എന്നല്ല. അതായത് കണ്ഡ്യം അവതരിത്താദിയെ എന്നാണ്, കണ്ഡ്യമാണ്. താലവ്യ ആദേശം വന്നിട്ടില്ല, അവതരിച്ചാദിയെ എന്നല്ല എന്നർത്ഥം. പിന്നെ നിറൈന്ത, നിറന്ത എന്നല്ല, സ്വരസംവരണം വരാത്ത രൂപങ്ങളും ഉണ്ട് എന്നുള്ളത്. പിന്നെ നടൻ്റെ, അൻഡ് തുടങ്ങിയ നടൻ്റെ ആനനം വടിവുള്ളോർ എന്ന് പറയുന്നുള്ളടത്ത് ഡാ തുടങ്ങിയ രൂപങ്ങളുടെ ആധിക്യവും ശ്രദ്ധേയമാണ്. പിന്നെ രാമചരിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ണശരാമായണം, കൃഷ്ണഗാഥ, രാമായണം ചമ്പു, കിളിപ്പാട്ട് കാവ്യങ്ങൾ തുടങ്ങിയ എല്ലാ കൃതികളെയും സ്വാധീനിച്ചിട്ടുള്ള ഒരു കൃതിയാണ് രാമചരിതം എന്നുള്ളത് അതിൻ്റെ വളരെ പ്രധാന സവിശേഷതയാണെന്നുള്ളത്. ഇനി നമ്മൾ പറയുന്നത് തിരുനിഴൽമാലയെക്കുറിച്ചാണ്. തിരുനിഴൽമാല പാട്ടിൻ്റെ ലക്ഷണം പൂർണ്ണമായി യോജിക്കുന്ന 2 കൃതികളാണല്ലോ രാമചരിതവും തിരുനിഴൽമാലയും. ഭാഷാപരമായിട്ടും സാഹിത്യ വിഷയമായിട്ടും ദേശചരിത്രപരമായിട്ടൊക്കെ വളരെ വിലപ്പെട്ട വസ്തുതകളൊക്കെ പ്രദാനം ചെയ്യുന്ന കൃതിയാണ് ഈ തിരുനിഴൽമാല. പാട്ടുകളും ഈരടികളൊക്കെ ഇടകലർന്നതാണ് ഇതിലെ രചനാരീതി. ശ്ലോകങ്ങളും വൃത്തഗന്ധിയായിട്ടുള്ള ഗദ്യങ്ങളൊക്കെ ഇടകലർന്നിട്ടുള്ള പ്രാചീന മണിപ്രവാള ചമ്പുക്കളെ വരെ അനുസ്മരിപ്പിക്കുന്നുണ്ട് ഈ കൃതി. പാട്ടിൻ്റേതായിട്ടുള്ളൊരു ബാഹ്യരൂപവും മണിപ്രവാളത്തിൻ്റേതായിട്ടുള്ളൊരു അന്തർഭാവവും ഈ കൃതിയിൽ നമുക്ക് ഒരേ തരത്തിൽ, അതായത് ഒരേ തരത്തിൽ തന്നെ പാട്ടിൻ്റെയും മണിപ്രവാളത്തിൻ്റെയും ഒരു സമന്വയം എന്ന രീതിയിൽ നമുക്കത് കാണാൻ പറ്റും. പൂർവ്വ കേരള ഭാഷയുടെ സ്വഭാവങ്ങളും പ്രചാരയുക്തമായ പല പദങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ രാമചരിതം പോലെ തന്നെ ഈ കൃതിയും വായനക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിലും ഇത് പാട്ടിൻ്റെ ലക്ഷണമുള്ള കൃതിയായിട്ട് കരുതുന്നു. ഇപ്പോൾ ലീലാതിലകത്തിൻ്റെ പാട്ടിൻ്റെ ലക്ഷണം അനുസരിക്കുന്ന കൃതിയാണ് ഇവ രണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ലീലാതിലകത്തിൽ പറയുന്ന പാട്ടിൻ്റെ ലക്ഷണം. അപ്പോൾ വർണ്ണവിഷയത്തിൽ സംസ്കൃതത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന കൃതികളാണെന്നും പറയാം ഇത്. അപ്പോൾ പിൽക്കാലത്ത് ലക്ഷണ നിർവചനം വെച്ച് നോക്കുമ്പോൾ, അതായത് ലീലാതിലകത്തിൽ പറഞ്ഞിട്ടുള്ള ലക്ഷണത്തിൻ്റെ നിർവചനം വെച്ച് നോക്കുമ്പോൾ, ലക്ഷണ നിർവചനം വെച്ച് നോക്കുമ്പോൾ പിൽക്കാലത്ത് കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുള്ള പാട്ടുകളും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പാട്ടുശാഖയുടെ അടുത്ത ഘട്ടത്തിൽ ഉണ്ടാകുന്ന കൃതികളിൽ പ്രധാനപ്പെട്ട കൃതികളാണ് നിരണം കൃതികളും രാമകഥാപാട്ട്. ഇത് ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധമായിട്ടുള്ള പാട്ടുകളല്ല. അന്നേക്ക് തമിഴിലും സംസ്കൃതത്തിലുള്ള എല്ലാ അക്ഷരങ്ങളും ചേർന്ന പദങ്ങൾ പാട്ടിൽ ഉപയോഗിക്കാമെന്നുള്ളൊരു നില വന്നിട്ടുണ്ട്. അപ്പം ലക്ഷണയുക്തമായിട്ടുള്ള പാട്ടിൽ സാധാരണ കാണുന്ന യതുക, മോന, അന്താതിപ്രാസം, അതുപോലെ ചെയ്യുൾ വികാരങ്ങൾ, പാണ്ഡ്യഭാഷാ സാരൂപ്യം, വൃത്തവിശേഷം ഇതൊക്കെ 2ാം ഘട്ടത്തിലെ പാട്ടുകളിലുണ്ട്.
തത്സമ പദങ്ങളുടെയും വിഭക്തിയന്ത സംസ്കൃത പദങ്ങളുടെയൊക്കെ സംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. അക്ഷരമാലയുടെ പരിമിതി ആദ്യഘട്ടത്തിലെ പാട്ടിനുണ്ടായിരുന്നത് പോലെ ഈ പാട്ടുകൾക്കില്ല, രണ്ടാം ഘട്ടത്തിലെ പാട്ടുകൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ തൽഭവ പദങ്ങളുടെയും ആരിച്ചതവ് പറ്റിയ പദങ്ങൾ എന്ന് പറയുന്നുണ്ടല്ലോ, അവിടെയൊക്കെ സംഖ്യ കുറഞ്ഞു കാണാം നമുക്കിതിൽ. അപ്പോൾ സംസ്കൃത പ്രാതിപതികങ്ങളൊക്കെ ആവശ്യാനുസരണം പ്രയോഗിച്ചു തുടങ്ങിയത് വഴി ഭാഷയിലെ പദസമ്പത്ത് വർദ്ധിച്ചതൊരു ഇതിനൊരു പ്രധാന കാരണമായിട്ട് നമുക്ക് മനസ്സിലാകും. അതായത് അത് കരുതാം നമുക്കത്. പിന്നെ കേരള ഭാഷയിലെ മനോഹരമായിട്ടുള്ള ദ്രാവിഡ പദങ്ങളൊന്നും തീർത്തും ഈ കാലഘട്ടത്തിൽ ഒഴിവാക്കിയിട്ടുമില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നാടൻ പാട്ടുകളിൽ പ്രയോഗിച്ചിട്ടുള്ള ഭാഷാവൃത്തങ്ങളുടെയും മണിപ്രവാള കൃതികളിലെ സംസ്കൃത വൃത്തങ്ങളുടെയും സ്വാധീനത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം രണ്ടാം ഘട്ടത്തിലെ ദ്വിതീയ ഘട്ടത്തിലെ പാട്ടുകളിൽ വൃത്തവിഷയമായിട്ട് ചില മാറ്റങ്ങളൊക്കെ വന്നു. അപ്പോൾ തമിഴിലെ വൃത്തങ്ങളെന്ന് പ്രതീതി ഉണ്ടാക്കുന്നില്ല എന്ന് തോന്നിയാലും ഒരു തമിഴ് ചുവ പൂർണ്ണമായിട്ട് വിട്ടുമാറിയ വൃത്തങ്ങളല്ല കണ്ണശകൃതികളിലെയും രാമകഥാപാട്ടിലെയും ഒക്കെ വൃത്തങ്ങൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ കേരള ഭാഷയിലെ പാട്ടിൻ്റെ ഒരു ക്രമികമായ വികാസമായിട്ടാണ് കൃതികളെയും രാമകഥാപാട്ടിനെയൊക്കെ കാണേണ്ടതെന്നാണ് ചുരുക്കത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇപ്പം നിരണകൃതികളെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ രാമചരിത ഭാഷയിൽ നിന്ന് കേരള ഭാഷയ്ക്ക് സംഭവിച്ച ഒരു മാറ്റം അത് യഥാർത്ഥത്തിൽ വ്യക്തമാകുന്നത് നിരണകൃതികളിലാണ്. അപ്പോൾ രാമചരിതവും തിരുനിഴൽമാലയും ഒക്കെ സംസ്കൃതത്തെ അകറ്റി നിർത്തിയെങ്കിൽ കണ്ണശന്മാർ സംസ്കൃതത്തെ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഭാഷാപരമായിട്ട് സംസ്കൃതത്തോട് ഇടഞ്ഞു നിന്നിരുന്ന ഒരു പാട്ടിൻ്റെ സ്വഭാവമൊക്കെ മാറി ആര്യഭാഷയുമായിട്ട് ഇണങ്ങി പോകാനുള്ള സന്നദ്ധത കണ്ണശ ഭാഷയിൽ കാണും. ഈ മാറ്റം എന്ന് പറയുന്നത് കേരള ഭാഷയുടെ പരിണാമത്തിൽ ഒരു പ്രധാന ഘട്ടമാണ്. തമിഴ് പാരമ്പര്യത്തിൽ നിന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു അകൽച്ച ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. രാമചരിതം ഒരു തമിഴ് കൃതിയാണോ അതോ മിശ്രകൃതിയാണോ എന്ന് സംശയിക്കാനിട നൽകിയത് തമിഴിൻ്റെ സ്വാധീനം കൊണ്ടാണ്. പക്ഷെ നിരണകൃതികൾ അല്ലെങ്കിൽ കണ്ണശകൃതികൾ അത്തരം സംശയങ്ങൾ ഉണ്ടാക്കുന്നില്ല. കാരണം ചില പ്രാചീന ഭാഷാ സ്വഭാവങ്ങളിലുണ്ട്. പക്ഷേ മലയാളിക്ക് ആശയഗ്രഹണത്തിന് തടസ്സം ഉണ്ടാക്കുന്ന ഭാഷാ സ്വഭാവമൊന്നും കണ്ണശകൃതികളിലില്ല. രാമചരിത ഭാഷയെ പിന്നിലും കൃഷ്ണഗാഥയുടെ ഭാഷയെ മുമ്പിലും വെച്ച് നോക്കിയാൽ ഇടയിലുള്ളൊരു കണ്ണിയാണ്, അല്ലെങ്കിൽ കാവ്യഭാഷാ പരിണാമത്തിലുള്ള ഒരു ഇടനിലകൃതിയാണ് കണ്ണശകൃതികളെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. മധ്യകാല മലയാളത്തിൻ്റെ മാതൃകയായിട്ട് കണ്ണശകൃതികളിലെ ഭാഷാ രീതി മധ്യകാല മലയാളത്തിൻ്റെ ഭാഷാ സ്വഭാവമാണ് സൂചിപ്പിക്കുന്നതെന്ന് ഉള്ളൂർ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ആ മലയാളത്തിൻ്റെ മാതൃകയായിട്ട് നമുക്കതിനെ സ്വീകരിക്കാമെന്നും ഉള്ളൂർ പറയുന്നുണ്ട്. എന്നാൽ ഈ കൃതികളിലെ പല സ്വഭാവങ്ങളും അക്കാലത്തെ മലയാള ഭാഷാ വികാസത്തെക്കാൾ തമിഴിൻ്റെ സ്വഭാവം കാണിക്കുന്നുണ്ടെന്നാണ് രാമസ്വാമി അയ്യർ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ചെന്തമിഴിൻ്റെ സാഹിത്യ നിയമങ്ങളിലൊന്നായിട്ടുള്ള ചെയ്യുൾ വികാരങ്ങളുണ്ടല്ലോ, അത് നിരണം കവികൾ അതിനെ കവിഞ്ഞ് പ്രയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പാട്ടുകൾ ചെന്തമിഴ് ചായ്വുള്ള സാഹിത്യമായി ആണെന്നുള്ള രീതിയിൽ അഭിപ്രായപ്പെടുന്നതിന് ഇടയാക്കിയത്. ഒരുപക്ഷെ ഈ കൃതികൾക്ക് വേണ്ടത്ര പ്രചാരം കിട്ടാതെ പോയതിനും കാരണം അതായിരിക്കും. അപ്പം മലയാള കവിതയിൽ ഈ കൃതിയെ മലയാള കവിതയായിട്ട് അക്കാലഘട്ടത്തിൽ നാട്ടുകാർ കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് PV വേലായുധൻപിള്ള പറയുന്നത്. KM ജോർജ് പറയുന്നത് വെച്ചാൽ സംസ്കൃതം ഇങ്ങനെ മുൻവാതിലൂടെ കയറി വന്നപ്പോൾ ഈ കൃതിയിൽ നിന്ന് തമിഴ് പിൻവാതിലൂടെ ഇറങ്ങി പോകുന്ന ഒരു പരിണാമഘട്ടം ഉണ്ടല്ലോ, അതാണ് കണ്ണശകൃതികളുടെ ഘട്ടമെന്നാണ് KM ജോർജ് അഭിപ്രായപ്പെടുന്നത്. എത്രയാണെങ്കിലും ഈ നിരീക്ഷണങ്ങൾക്കൊക്കെ അടിസ്ഥാനം ഉണ്ടോ ഇല്ലേ എന്നത് പോട്ടെ, തമിഴിൻ്റെ സ്വഭാവവും തമിഴിൻ്റെ ചായ്വ് എന്നൊക്കെ പറയുമ്പോൾ ഭാഷയുടെ ഒരു പൂർവ്വഘട്ടം തമിഴാണെന്നുള്ളത് മറക്കാൻ പാടില്ല. അതുകൊണ്ട് കേരള ഭാഷയുടെ ഒരു പൂർവ്വ സ്വഭാവത്തെയാണ്, അല്ലെങ്കിൽ പൂർവ്വ ഭാഷയുടെ സ്വഭാവത്തിൻ്റെ തുടർച്ചയാണ് രാമചരിതത്തിലും നിരണകൃതികളിലൊക്കെ കാണുന്നതെന്ന് പറയുമായിരിക്കും കുറച്ചും കൂടി ശരി. കൃഷ്ണഗാഥയും കിളിപ്പാട്ടൊക്കെ ആവിർഭവിക്കുന്നതിന് വഴിയൊരുക്കിയ ഒരു പരിവർത്തന ഘട്ടമാണ് ഈ നിരണകവികളുടേതെന്നാണ് പ്രൊഫസർ MK ചെറിയാൻ പറയുന്നത്. ഇപ്പോൾ ലീലാവതി ടീച്ചറുടെ അഭിപ്രായത്തിലാണെങ്കിൽ ഇന്നത്തെ മാനക ഭാഷയ്ക്ക് ഉദയം നൽകിയ ഒരു പ്രാഗ്രൂപമാണ് കണ്ണശകൃതികളെന്നാണ് ലീലാവതി ടീച്ചർ വിലയിരുത്തുന്നത്. ഇനി ഇതിലുള്ള ഭാഷ വെച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ മലയാള പദങ്ങളും സംസ്കൃത തൽഭവ തത്സമ പദങ്ങളും വിഭക്ത്യന്ത സംസ്കൃത പദങ്ങളും പാണ്ഡ്യഭാഷാ സാരൂപ്യമുള്ള പദങ്ങളും നിരണകൃതികളിൽ എല്ലാറ്റിലും കാണാം.
ഒരു കവിയുടെ തന്നെ കൃതികളാണ് ഇവ എന്നാണ് നമുക്ക് തോന്നുള്ളൂ. ആ ഇത്രമാത്രം ഭാഷാ രീതിയിൽ സാദൃശ്യമുണ്ട്. പിന്നെ 16 മാത്രയുള്ള വൃത്തമാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. ഈ 2 ഖണ്ഡങ്ങളടങ്ങിയ 4 പാദങ്ങളോട് കൂടിയ പാട്ടുകളാണ് നിരണം കൃതിയിലുള്ളത്. പിൽക്കാലത്ത് നിരണം വൃത്തം എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ള വൃത്തമാണത്. പാട്ടിൻ്റെ ഒരു പരിണിത മാതൃകയാണ് ഈ കണശകൃതികളെന്ന് പറയാവുന്നതാണ്. നിയതമായിട്ടുള്ള ഒരു ലക്ഷണം ഉള്ള കൃതി എന്ന് പറയാൻ പറ്റില്ല. ലീലാതിലകാരം പറഞ്ഞ നിയതമായ ലക്ഷണമൊന്നും ഇതിലില്ല. അതിനൊക്കെ രാമചരിതം ആണ് ഉത്തമ മാതൃകയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നെങ്കിൽ കുറച്ച് അയവ് വന്ന പാട്ടിൻ്റെ നിയമങ്ങളുള്ള ഒരു കൃതിയായിട്ട് നിരണം കൃതികളെ നമുക്ക് പറയാം. പിന്നെ ദ്രാവിഡ വൃത്തങ്ങളിൽ പാട്ടിനെയും മണിപ്രവാളത്തെയും സമന്വയിപ്പിക്കാനാണ് ഇവർ ശ്രമിച്ചത്. ലീലാതിലകത്തിലെ പാട്ടിൻ്റെ നിർവചനത്തിലെ ദ്രവിഡ സംഘാതാക്ഷരത്വം മാത്രം നിരണം കൃതികൾക്ക് ബാധകമാകാത്തതുള്ളൂ. ബാക്കിയൊക്കെ ബാധകമാകുന്നുണ്ട്. പക്ഷേ വിഭക്ത്യന്ത സംസ്കൃത പദങ്ങളുടെയും സംസ്കൃത തത്സമങ്ങളുടെയൊക്കെ സംഖ്യ വളരെ കൂടുകയും തൽഭവ പദങ്ങളുടെ സംഖ്യ ഗണ്യമായി കുറയുകയും ചെയ്യുന്നുണ്ട് ഈ കൃതിയിൽ. അപ്പോൾ രാമചരിതത്തിൻ്റെ ഈ കൃതികൾക്കുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് എതുക, മോന, അന്താദിപ്രാസ ഇവയൊക്കെ ദീക്ഷിച്ചുകൊണ്ട് വൃത്തവിശേഷയുക്തമായിട്ട് രചിച്ച ഈ കൃതിയിൽ ചെയ്യുൾ വികാരങ്ങൾ വന്ന പദങ്ങളും പാണ്ഡ്യഭാഷാ സാരൂപ്യവും രാമചരിതത്തിലുള്ള അത്രയ്ക്ക് ഇല്ലെങ്കിലും ഉണ്ട് എന്നുള്ളതാണ്. പാട്ടിൻ്റെ ഒരു ക്രമികമായിട്ടുള്ള വളർച്ച നമുക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ തമിഴ് സംസ്കൃത പദങ്ങളുടെ കലർപ്പുണ്ടെങ്കിലും കേരള ഭാഷയുടെ ചൈതന്യം ഈ കൃതികളിൽ ഉണ്ട്, കണ്ണശ കൃതികളിൽ ഉണ്ട് എന്നാണ് ചുരുക്കത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്കറിയാം കാവ്യഭാഷ പരിണാമത്തിൻ്റെ 2ാം ഘട്ടമാണ് കണ്ണശ ഭാഷയിൽ പ്രകടമാകുന്നത്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കാവ്യഭാഷയെ ഒന്ന് നിലവാരപ്പെടുന്നത് ഈ കാലഘട്ടത്തിലാണ്. രാമചരിത ഭാഷയിൽ പ്രാദേശിക തനിമ കുറവാണ്. കണ്ണശ ഭാഷയിലാകട്ടെ മലയാളത്തിൽ വളരെ ധാരാളമായിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ഭാഷയിൽ സ്വാഭാവികമായി സംഭവിക്കാവുന്ന കാലുഷ്യങ്ങളും അവ്യവസ്ഥകളൊക്കെ കണ്ണശ ഭാഷയിലുണ്ട്. വർണ്ണപരമായിട്ടും വ്യാകരണപരമായിട്ടുള്ള ചാഞ്ചാട്ടങ്ങളുണ്ട്. മണിപ്രവാള രീതി പാട്ടുരീതിയിലേക്ക് കടന്നു വന്നതിൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും കണ്ണശകൃതികളിലുണ്ട്. പ്രാചീന പാട്ടുകൃതികളിൽ വിരളമായിരുന്ന സംസ്കൃത പ്രയോഗങ്ങൾ ഇതിൽ പ്രകടമായി കാണുന്നുമുണ്ട്. അപ്പം ഈ മാറ്റത്തെയും ഭാഷാ സങ്കലനത്തെയും കുറിച്ച് തനിക്ക് ബോധ്യമുണ്ടെന്ന് രാമപണിക്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇതൊക്കെ തനിക്ക് അറിയാമെന്ന് രാമപണിക്കർ പറയുന്നുണ്ട്. ഈ ഭാഷാ സങ്കലനത്തെക്കുറിച്ചുള്ള ആശങ്കയുടെ പ്രകാശനമായി ആണ് ഈ രാമപണിക്കരുടെ ശിവരാത്രി മഹാത്മ്യത്തിൽ പറയുന്ന ഭാഷാ മിശ്രമിതെൻ്റെ കഴാതെ എന്നുള്ള ഒരു അറിയിപ്പ് അല്ലെങ്കിൽ പ്രസ്താവന എന്ന് നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ പാട്ടുഭാഷയിൽ നിന്ന് വ്യത്യസ്തമാണ് തൻ്റെ കൃതിയിലെ ഭാഷ എന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ സംസ്കൃത മിശ്രണമുള്ള ഈ ഭാഷയെ വായനക്കാർ അപലപിക്കുമോ എന്ന് ഭയപ്പെട്ടിട്ടുകൊണ്ടാണ് അദ്ദേഹം എന്ത് പറയുന്നത്, ഈ ഭാഷയെ അപലപിക്കരുത്, ഭാഷാ മിശ്രമെന്ന് എൻ്റെ കഴാതെ, അങ്ങനെ നിങ്ങൾ അതിനെ കുറ്റപ്പെടുത്തരുത് എന്ന് അദ്ദേഹം പറയുന്നതിന് കാരണം. അപ്പോൾ കേരള ഭാഷയിൽ പ്രത്യേകിച്ചും സാഹിത്യ ഭാഷയിൽ സംസ്കൃതത്തെ ഒഴിച്ചു നിർത്താനാവാത്ത ഒരവസ്ഥ ആ സമയമായപ്പോഴേക്കും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംസ്കൃതം ഇങ്ങനെ നുഴഞ്ഞു കയറിയിട്ടുള്ള ഒരു ഭാഷയാണ് തൻ്റെ ഭാഷ എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. ഉള്ളൂർ കേരള സാഹിത്യ ചരിത്രത്തിൽ പറയുന്നുണ്ടല്ലോ, അത്തരത്തിലുള്ള കൃതികളുടെ നേർക്ക് അന്നത്തെ സംസ്കൃത പക്ഷപാതികൾ നെറ്റി ചുളിച്ചിരുന്നു എന്ന്. അപ്പോൾ അതുകൊണ്ട് അതായത് അതിനുള്ളൊരു സൂചനയാണ്, നെറ്റി ചുളിച്ചിട്ടുണ്ടായിരിക്കും എന്നതിനുള്ളൊരു സൂചനയാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഇനി ഇതിലെ കണ്ണശകൃതികളിലെ ഭാഷയുടെ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. കണ്ണശന്മാരുടെ ഭാഷാ സ്വഭാവം. കണ്ണശ ഭാഷയിൽ പാരമ്പര്യത്തിൽ നിന്നുള്ള പ്രകടമായിട്ടുള്ള വ്യതിയാനമായിട്ട് കരുതുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ദ്രാവിഡേതര വർണ്ണങ്ങൾ സ്വീകരിച്ചതും രണ്ടാമത്തേത് സന്ധി, വ്യാകരണരൂപം, പദഘടന എന്നിവയിലെ സംസ്കൃത സ്വാധീനവും. ഇതാണ് പ്രധാനമായിട്ട് പ്രകടമായിട്ടുള്ളൊരു വ്യതിയാനമായിട്ട് നമുക്ക് പറയാവുന്നത്. അതിന് ചില ഉദാഹരണങ്ങളൂടെ നമുക്ക് പറയാം. ആയവമാത്യർ, ആയവനന്തരം, പോയവനന്തരം, വാണാൾ തുടങ്ങിയിട്ടുള്ള തമിഴ് സന്ധി നിയമങ്ങൾ പിന്തുടരുമ്പോൾ തന്നെ ഗീതാർത്ഥം, പിണ്ടോദകം,
പുനരാഗതിതം തുടങ്ങിയിട്ടുള്ള സംസ്കൃത സന്ധി നിയമങ്ങളും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ സംസ്കൃത വിഭക്ത്യന്ത പ്രയോഗങ്ങൾ ഇതിൽ ഭാഷയുടെ ഒരു സവിശേഷതയാണ്. അപ്പം അത് അങ്ങനെയുള്ളവ ഉണ്ട്. ദിവ്യാത്മാനം വന്ദിക്കുന്നേ, മനുനാ നിർമ്മിതം, അതുപോലെ അമ്പരമാർഗേ, ഭാഗ്യവത മൊഴിയെ തുടങ്ങിയുള്ളവയ്ക്ക്. പിന്നെ സംസ്കൃത അവ്യയങ്ങൾ ധാരാളമായി പ്രയോഗിക്കുന്നുണ്ട്. നിതരാം, അതീവ, ബദ, അധ, നൂനം, ഏവം, ഇദാനീം തുടങ്ങിയവയ്ക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. പിന്നെ സംസ്കൃത ശൈലിയിലുള്ള പ്രയോഗങ്ങൾ ഇതിലെ ഭാഷയിൽ കാണാം. അരജനു മുനി ചൊന്നാൻ, ഏനാം പാപസമാചാരം തുടങ്ങിയവയൊക്കെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അനുനാസികാതിപ്രസരം, താലവ്യാദേശം, സ്വരസംവരണം തുടങ്ങിയ വർണ്ണ പരിണാമങ്ങൾ ഈ കാലഘട്ടത്തിൽ പൂർണ്ണമായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകും. അതായത് മരങ്ങൾ, അൻഡു, വിരൈന്ത് തുടങ്ങിയ അനുനാസികാദേശം സംഭവിക്കാത്ത രൂപങ്ങളോടൊപ്പം തന്നെ ചൊന്നാൻ, എന്ന്, പൊഴിഞ്ഞു എന്നിങ്ങനെ ആദേശം വന്ന രൂപങ്ങളും ഇതിൽ കാണുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഉരത്താർ തുടങ്ങി താലവ്യാദേശം ഇല്ലാത്ത രൂപങ്ങൾ, സംഭവിക്കാത്ത രൂപങ്ങളൊക്കെ കുറവാണ്. നിനയിച്ചു, വിലപിച്ചാൻ തുടങ്ങിയുള്ള രൂപങ്ങളാണ് അധികം. അവൈ, അലയാഴി എന്നിങ്ങനെ സ്വരസംവരണം, അലയാഴി, അവൈ എന്നൊക്കെ സ്വരസംവരണം വരാത്ത രൂപങ്ങളുണ്ട്. ഇപ്പോൾ പുരുഷ പ്രത്യയത്തോട് കൂടിയ ക്രിയാപദങ്ങളാണ് ഭൂരിഭാഗവും കാണുന്നത്. അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ ഉടൈ, ഉടയ, ഉടയ്യ, ഉടേ, ഉട ഇവയെല്ലാം സംബന്ധിക പ്രത്യയങ്ങളായിട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇതിൽ. പക്ഷെ ന്റെ എന്നുള്ള പ്രത്യയം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഉദ്ദേശികയുടെ 2 പ്രത്യയങ്ങൾ ക്, ഉ ഇത് ഇന്നത്തെ ഭാഷയിലുള്ളതുപോലെ തന്നെ കണ്ണശവന്റെ ഭാഷയിലും ഉണ്ടെന്നുള്ളതാണ്. മറ്റ് കൃതികളിൽ സുലഭമല്ലാത്ത നിഷേധ പ്രയോഗങ്ങൾ കണ്ണശ കൃതികളിൽ ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതമില്ല വഴി, വാടമില്ല രസം, ഊനമില്ല മാരുതി, തുല്യമില്ലയ്യാതെ കർമ്മം, താഴ്വിയല, നിശാചരൻ തുടങ്ങിയിട്ടുള്ള പദങ്ങളൊക്കെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. പിന്നെ 3 കാലങ്ങളെയും സൂചിപ്പിക്കുന്ന വളരെ സവിശേഷമായിട്ടുള്ള പേരച്ച രൂപങ്ങളൊക്കെ ഇതിലുണ്ട്. പുഷ്പക വിമാനം, പുഷ്പകമാന വിമാനം, നിറമിയലും നാനാ വൃക്ഷങ്ങൾ, വടിവിയലിൻ്റെ വാഹനം, മുകിൽ നിറമൊത്ത കുന്റുകൾ തുടങ്ങിയവയൊക്കെ നമുക്ക് ഉദാഹരണമായിട്ട് പറയാവുന്നതാണ്. ഇനി തമിഴ് രീതിയിലുള്ള നിഷേധക്രിയകൾ, തൊടേൻ, അറിയേൻ തുടങ്ങിയിട്ടുള്ള നിഷേധക്രിയകളും ഇതിലുണ്ട്. പിന്നെ വാക്യപൂരകമായ നിതരാം ഭൂമി വിറച്ചതിനാലേ, അരജനുടെ അരുളാലേ, നിരുപമ ഭരതൻ വാഴ്വത് കണ്ടേ ഇങ്ങനെയുള്ള പ്രയോഗവും ഉണ്ട്. പിന്നെ എങ്ങൾ, ഞാങ്ങൾ, താം, തമ്മോട് തുടങ്ങിയ സർവനാമങ്ങളും ഇതിൽ കാണുന്നുണ്ട്. ഇനി സംജ്ഞാനാമങ്ങളെ ആശയവിവർത്തനം ചെയ്തിട്ടുള്ള ചുരുക്ക രൂപങ്ങളുണ്ട്. അതായത് വേൾവിതൻ പക, യജ്ഞശത്രു, നീൾക്കഴുത്തൻ, പൃഥ്വിഗ്രീവൻ. പൃഥ്വിഗ്രീവൻ ഇങ്ങനെ ഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്താന്ന് വെച്ചാൽ ആശയവിവർത്തനം ചെയ്യുന്ന രീതിയിൽ തയ്യാറാക്കിയവയുണ്ട്. ഇനി പ്രാചീന പദങ്ങളും ധാരാളം കാണാം. മുനിവ്, കോപത്തിന് മുനിവ്, തവണയ്ക്ക് തൂട, നശിക്കുക എന്നുള്ളതിന് കുലയുക, പാമ്പിന് അരവം, അതുപോലെ ദുഃഖത്തിന് ഏതം, വിഷാദത്തിന് തുയിർ, സത്യത്തിന് ചരതം, ഇതുപോലെ ധാരാളം പ്രാചീന പദങ്ങളും ഇതിൽ കണ്ടെത്താൻ പറ്റുന്നുള്ളതാണ്. പിന്നെ ഇതിൽ ഈ കണ്ണശന്മാരുടെ കൃതികളിൽ നോക്കുമ്പോൾ ഏറ്റവും അധികം പഴക്കം തോന്നിക്കുന്നത് ഭാരതമാലയ്ക്കാണ്. അതിൽ വിഭക്ത്യന്ത സംസ്കൃത പദങ്ങൾ കുറവും ശുദ്ധ ദ്രാവിഡ പദങ്ങളും തദ്ഭവ പദങ്ങളും കൂടുതലുമാണ്. അതുപോലെ ദീർഘ സംസ്കൃത പദങ്ങളും വളരെ കുറച്ച് ഇതിലുള്ളൂ ഭാരതമാലയിൽ. ഈ നിർണകൃതികളെ കുറിച്ച് കൂടുതൽ പഠനം നടത്തിയത് പുതുച്ചേരി രാമചന്ദ്രൻ സാറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിഗമനം പറയുകയാണെങ്കിൽ കേരള ഭാഷയിൽ എഴുത്തച്ഛൻ വരുത്തിയതെന്ന് കേരള പാണിനി പറയുന്ന 4 പ്രധാന പരിഷ്കാരങ്ങളും കണ്ണശന്മാരാണ് നടപ്പിൽ വരുത്തിയത്. അതായത് വിഭക്ത്യന്ത സംസ്കൃത പദങ്ങളുടെ പ്രയോഗം, ആര്യ എഴുത്ത് നടപ്പാക്കൽ,
സംസ്കൃത പ്രകൃതികൾക്ക് മലയാള വിഭക്തിക്കുറി ചേർക്കൽ, വർണ്ണ മാത്ര നിയമവിധേയമാക്കി കിളിപ്പാട്ട് വൃത്തങ്ങൾ സൃഷ്ടിക്കൽ. ഇങ്ങനെയാണ് 4 മാറ്റങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത് ആദ്യം ചെയ്തത് കണ്ണശനാണെന്നാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഇനി നമ്മൾ പറയുന്നത് രാമകഥാപാട്ടിനെ കുറിച്ചാണ്. രാമകഥാപാട്ട്, അതായത് യദുകയും മോനയൊക്കെ ദീക്ഷിച്ച് അന്താതിപ്രാസത്തോടെ ദ്രാവിഡ വൃത്തങ്ങളിൽ രചിച്ച ജനകീയ ഗാനമാണ് ഈ രാമകഥാപാട്ട്. അതിൻ്റെ വിഷയം എന്ന് പറയുന്നത് രാമകഥയാണ്, രാമൻ്റെ കഥയാണ്. തിരുവനന്തപുരം ജില്ലയിലുള്ള നെയ്യാറ്റിൻകര താലൂക്കിലെ അവ്വാട് തുറയിലെ അയ്യപ്പിള്ള ആശാനാണ് രാമകഥാപാട്ടിൻ്റെ കർത്താവെന്ന് നമുക്കറിയാം. 280 വൃത്തങ്ങളിലായിട്ട് 3163 ശീലുകളാണ് ഈ കൃതിയിലുള്ളത്. ഇത് കണ്ണശന്മാരുടെയും ചെറുശ്ശേരിയുടെയും കാലത്തിന് ഇടയ്ക്ക് ഏകദേശം 15-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലൊക്കെ ആയിരിക്കണം ഇത് രചിക്കപ്പെട്ടതെന്നാണ് വിശ്വസിക്കുന്നത്. ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ സമയത്ത് മതിലിനകത്ത്, അതായത് മതിലിന് പുറത്ത് ചന്ദ്രവളയ എന്നുള്ളൊരു വാദ്യോപകരണം ഉപയോഗിച്ച് ഈ പാട്ട് പാടാറുണ്ട് സാധാരണ. തെക്കൻ തിരുവിതാംകൂറിലുണ്ടായിട്ടുള്ള ഒരു ജനകീയ കാവ്യമാണ് ഈ കൃതി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അത് ഉണ്ടായ കാലത്ത്, ഈ കൃതി ഉണ്ടായ കാലത്ത് അവിടെ നിലനിന്നിരുന്ന വാമൊഴി ഭാഷയുടെ സ്വാധീനം ഇതിലുണ്ട്. സംസ്കൃതം, മലയാളം, തമിഴ് എന്നീ 3 ഭാഷകളും ഇതിൽ സമ്മേളിക്കുന്നുണ്ട് താനും. മലയാളത്തിലെ പാട്ട് പ്രസ്ഥാനത്തിൻ്റെയും മലയാള ഭാഷയുടെയും വളർച്ചയിലെ ഒരു പ്രത്യേക ഘട്ടത്തെ ഈ കൃതി പ്രതിനിധീകരിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. രാമകഥാപാട്ടിലെ കുറേ ഭാഗങ്ങളൊക്കെ ആദ്യമായിട്ട് പ്രകാശനം ചെയ്തത് ഉള്ളൂരാണ്. രാമചരിത്രത്തോടൊപ്പം ഈ കാവ്യത്തെയും പ്രാചീന മലയാള മാതൃകയായിട്ട് അദ്ദേഹം കാണുന്നുണ്ട്. പിന്നീട് കേരള സാഹിത്യ ചരിത്രത്തിലെ ഈ കൃതിയെ തെക്കൻ പാട്ടുകളുടെ നടുനായകൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. നല്ല തമിഴ് ഭാഷാ പണ്ഡിതനായിരുന്നു ആശാൻ, അയ്യപ്പിള്ള ആശാൻ എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ കൃതിയിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ മനസ്സിലാകും. കാരണം തമിഴിലാണ്, മലയാളത്തിലല്ല ഇദ്ദേഹം തൻ്റെ കവിത എഴുതിയത്. അപ്പം അദ്ദേഹം പറയുന്നൊരു കാര്യം, ഉള്ളൂർ പറയുന്ന കാര്യം, തമിഴ് ഭാഷാ പണ്ഡിതനായിരുന്ന ഇദ്ദേഹം അയ്യപ്പിള്ള ആശാൻ തമിഴിലാണ് ഈ തൻ്റെ കൃതി രചിച്ചത്. മലയാളത്തിൽ രചിക്കാതിരുന്നത് മലയാള കവികളുടെ ഭാഗ്യമാണെന്നാണ് പറയുന്നത്. ഭാഗ്യവും മലയാളത്തിൻ്റെ നിർഭാഗ്യവുമാണ്. കാരണം അതിനേക്കാൾ മനോഹരമായിട്ടുള്ള ഒരു കവിത പിന്നീട് ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. അത് ഭാഗ്യമാണെന്നാണ്, അതായത് മലയാളത്തിൻ്റെ നിർഭാഗ്യവും മലയാള കവികളുടെ ഭാഗ്യവുമാണെന്നാണ് ഉള്ളൂർ അഭിപ്രായപ്പെടുന്നത്. മലയാള കവികളുടെ ഭാഗ്യം എന്ന് പറയുന്നത് പിന്നീട് വന്ന പലർക്കും ആ ഒരു വളർച്ച അവകാശപ്പെടാവുന്നതിന് ഒരു കാരണം ഇത് തമിഴിൽ രചിച്ചതാണ് എന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാം. ഇനി കേരള പാണിനി മലയാള ഭാഷയുടെ ഘട്ടവിഭജനത്തിലെ മധ്യകാലഘട്ടത്തിന് ഉദാഹരണമായി നൽകിയത് ഈ രാമകഥാപാട്ടിലെ ഒരു ഭാഗമാണ്. അപ്പോൾ രാമകഥാപാട്ട് തമിഴിൽ തന്നെ എഴുതിയ കൃതിയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഗ്രന്ഥകർത്താവിൻ്റെ ആ നിത്യപരിചയം വഴിയും അദ്ദേഹം നേടിയെടുത്ത ആ ദേശീയ ഭാഷ ഇതിൽ പലയിടത്തും കാണുന്നുണ്ട് എന്ന് ഗോദവർമ്മയും കേരള ഭാഷാ വിജ്ഞാനീയത്തിൽ അഭിപ്രായപ്പെടുന്നുണ്ട്. നെയ്യാറ്റിൻകരയിലെ പരിസര പ്രദേശങ്ങളിലുള്ള സാധാരണ ജനങ്ങളുടെ അക്കാലത്തെ വ്യവഹാര ഭാഷയാണ് രാമകഥാപാട്ടിൽ കാണുന്നത്. അതിനു മുമ്പും പിമ്പും കിട്ടിയിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ അത് സ്വീകാര്യമല്ലെന്നുള്ളൊരു അഭിപ്രായം കൂടി ഉണ്ട് കേട്ടോ. എന്നാലും നെയ്യാറ്റിൻകര താലൂക്കിൽ അന്നുണ്ടായിരുന്ന സാമാന്യ വ്യവഹാര ഭാഷയുടെ ഒരു മിശ്ര സ്വഭാവം ഈ പാട്ടുകളിൽ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പിന്നെ തമിഴിനോട് ആഭിമുഖ്യം പുലർത്തിയിരുന്നൊരു ജനവിഭാഗം ഉണ്ടല്ലോ, ആ ജനവിഭാഗത്തിൻ്റെ മാത്രമാണ് ഇതെന്ന് PV വേലായുധം പിള്ള മലയാള സാഹിത്യ ചരിത്രം കൃഷ്ണഗാഥ വരെ എന്നുള്ള കൃതിയിൽ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പം രാമകഥാപാട്ടിൻ്റെ സമ്പൂർണ്ണ പാഠം വ്യാഖ്യാനത്തോടു കൂടി പ്രസിദ്ധീകരിച്ചിട്ടുള്ള PK നാരായണപിള്ള പറയുന്നത്, തമിഴിൻ്റെയും സംസ്കൃതത്തിൻ്റെയും സഹായത്തോടു കൂടി മലയാളത്തിലെ പാട്ടുപ്രസ്ഥാനത്തിൽ ഉടലെടുത്ത കാവ്യസുന്ദരമായൊരു ശൈലീ വിശേഷമാണ് രാമകഥാപാട്ടിലുള്ളതെന്നാണ് PK നാരായണപിള്ള അഭിപ്രായപ്പെടുന്നത്. സംസ്കൃതം ധാരാളമായും തമിഴ് അല്പമായും മുമ്പ് മണിപ്രവാള ശൈലി രൂപപ്പെട്ടതിന് സമാന്തരമായി
പാട്ട് സാഹിത്യത്തിൽ തമിഴ് അധികമായിട്ടും സംസ്കൃതം അല്പമായും ഒരു ശൈലി രൂപപ്പെടുത്തി. അങ്ങനെ ആശാൻ യാതൊരു നിയന്ത്രണത്തിനും വിധേയമാക്കാതെ തൻ്റെ ഭാഷാ സമ്പത്ത് മുഴുവനും സ്വച്ഛന്തമായി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കാവ്യാത്മകമായിട്ടുള്ളൊരു സങ്കര ഭാഷയുടെ അനുരണനമാണ് രാമകഥാപാട്ടിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങളിൽ നിന്നൊക്കെ നമ്മൾ എന്താ പറയുക, ചുരുക്കിയെടുക്കാവുന്ന പ്രധാനപ്പെട്ട 2 അഭിപ്രായങ്ങളാണുള്ളത്. ഒന്നാമത്തേത് ഇതിലെ ഭാഷ തമിഴാണ്, രണ്ടാമത്തേത് ഇതിലെ ഭാഷ സങ്കര ഭാഷയാണെന്നുള്ളത്. അങ്ങനെ 2 അഭിപ്രായമാണ്. തമിഴാണെന്നുള്ള അഭിപ്രായം ശരിയല്ല. രാമകഥാപാട്ട് തമിഴിലാണെന്ന് ആരും അംഗീകരിക്കില്ല. പിന്നെയോ തമിഴിൻ്റെയും മലയാളത്തിൻ്റെയും സ്വാധീനമുള്ള ഒരു ദ്വിഭാഷാ ദേശത്തിലെ വ്യവഹാര ഭാഷയിൽ സാഹിത്യ ഭാഷ എന്ന നിലയിൽ അന്തസ്സ് പുലർത്തിയിരുന്ന സംസ്കൃതവും ചേർന്നപ്പോൾ മാനക ഭാഷയിൽ നിന്ന് അകന്നു നിൽക്കുന്നതും കാവ്യരചനയ്ക്ക് പൊരുത്തപ്പെടാത്തതുമായ ഒരു ഭാഷാശൈലി രൂപപ്പെട്ടതിൻ്റെ പ്രതിഫലനം മാത്രമാണ് രാമകഥാപാട്ടിൽ കാണുന്നത് എന്നാണ് KM പ്രഭാകര വാര്യർ ഇതിനെ കുറിച്ച് അഭിപ്രായപ്പെടുന്നത്. ഇതിൽ ഭാഷാ സ്വഭാവത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അനുനാസികാതിപ്രസരം, താലവ്യാദേശം എന്നീ പരിണാമങ്ങളൊക്കെ സംഭവിച്ചതും സംഭവിക്കാത്തതുമായിട്ടുള്ള രൂപങ്ങൾ ഇതിലിട കലർന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇരുന്താൻ, നടന്താൻ, വിളിത്തു, മുറിത്താൻ, അതുപോലെ തന്നെ വന്നതും വന്നാൻ, നീങ്ങി, അണിഞ്ഞ, ചിന്തിച്ചു തുടങ്ങിയവ. പിന്നെ ചേർന്ന കൃത്രിമ രൂപങ്ങളുണ്ട്, വൻഡ്, മീൻഡ തുടങ്ങിയ. സംസ്കൃത ഭ്രമം കൊണ്ടുണ്ടായ തെറ്റായ രൂപങ്ങളുണ്ട്. അതായത് അതിശയം, ജാമ്പവാൻ, പീഠം എന്നൊക്കെ പറയുമല്ലോ. അതിൽ അതിശയം എന്നുള്ളത് അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ്. നമ്മൾ തായല്ലേ പറയുന്നത്, അതിന് പകരം ഈ ധായാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കണേ എന്നുള്ളതാണ് അതിശയത്തിൽ. ഇനി വ്യവസ്ഥകൾക്ക് വഴങ്ങാത്ത വർണ്ണ പരിണാമങ്ങൾ കാണും. മഹത്വം, ഇവൾ, അതായത് മഹത്വമല്ല മഹത്വം, ഇവൾ, കുടുത്താൻ, അതുപോലെ നരകം. നരകത്തിൽ ആ വർണ്ണത്തിലുള്ള മാറ്റവും നമുക്ക് ശ്രദ്ധിക്കാം. നമ്മൾ സാധാരണ നരകത്തിൽ കായാണ് എഴുതുന്നത്, ഇതിൽ ഇദ്ദേഹം കൊടുത്തിരിക്കുന്നത് ഗായാണെന്നുള്ളതാണ്. അപ്പം അതും ശ്രദ്ധിക്കണം. ഇതിൽ ഭാഷാപരമായിട്ട് പ്രത്യേകിച്ചും വ്യവസ്ഥകൾക്ക് രൂപപ്പെടാത്ത, വഴങ്ങാത്ത രീതിയിലുള്ള വർണ്ണപരിണാമങ്ങളും ഇതിലുണ്ടെന്നുള്ളതാണ്. പിന്നെ വിഭക്തി, ലിംഗം, വചനം, കാലം, പ്രകാരം ഇവയിലൊക്കെ തമിഴിൻ്റെ സ്വഭാവം ധാരാളമായിട്ടുണ്ട്. സ്വരസംവരണം വരാത്ത രൂപങ്ങൾ, ചിലയ എന്ന് പറയുന്ന, അംഗഭംഗം വരാത്ത ഉദ്ദേശിക പ്രത്യയം, ഇതുക്ക് എന്ന് പറയുന്നത്, പ്രാദേശിക ഭാഷാരൂപങ്ങൾ, പഴയ നടുവിനയച്ച പ്രയോഗം, മകിഴ, കൊണ്ടാട തുടങ്ങി തമിഴ് രീതി അനുസരിച്ച പദസംഘാതങ്ങൾ, പഴയ പദപ്രയോഗങ്ങൾ, തൽഭവങ്ങൾ, തത്സമങ്ങൾ തുടങ്ങിയ എല്ലാം ചേർന്നിട്ടുള്ള ഒരു വിചിത്രമായൊരു ഭാഷാ ശൈലിയാണ് രാമകഥാപാട്ടിൽ കാണുന്നത്. ഇനി രാമകഥാപാട്ടിലെ ഭാഷാസങ്കലനം 4 തരത്തിൽ സംഭവിക്കാമെന്നാണ് പറയുന്നത്. ഒന്നാമത്തേത് ഭാഷാപരിണാമത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന സങ്കലനം. ഇതിനെ ഒരു സ്വാധീനതയായി കാണുന്നത് ശരിയല്ല. പരിവർത്തന ഘട്ടത്തിൽ പൂർവ്വഭാഷയുടെയും പുതിയ ഭാഷയുടെയും സ്വഭാവങ്ങൾ കലർന്നിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാഷാ കൗടില്യം, രാമചരിതം, കണ്ണശകൃതികൾ എന്നിവയിലെ തമിഴ് സ്വഭാവങ്ങൾ തമിഴിൻ്റെ സ്വാധീനതയല്ല, പൂർവ്വഭാഷയുടെ തുടർച്ചയാണെന്നാണ് നമ്മൾ കരുതേണ്ടത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ അന്യഭാഷയിലെ പദങ്ങളോടൊപ്പം വ്യാകരണ രൂപങ്ങളും കടന്നു വരുന്നുണ്ട്. അപ്പം മണിപ്രവാള കൃതികളിലെ സംസ്കൃത സങ്കലനം പോലെ. മൂന്നാമത്തേത് പല കാരണങ്ങൾ കൊണ്ട് ഇതര ഭാഷകളിൽ നിന്ന് പദങ്ങൾ സ്വീകരിക്കാറുണ്ട്. എന്നാൽ ആ ഭാഷകളുടെ വ്യാകരണ സ്വഭാവങ്ങൾ പ്രാദേശിക ഭാഷയുടെ ഘടനയിൽ മാറ്റം വരുത്താറില്ലതാണ്. ഇംഗ്ലീഷ് തുടങ്ങിയിട്ടുള്ള ഭാഷകളിൽ നിന്ന് മലയാളത്തിലേക്ക് ധാരാളം പദങ്ങൾ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് 4-മത്തേത് 2 ഭാഷകൾ സംഗമിക്കുന്ന പ്രദേശങ്ങളിൽ ആ ഭാഷകൾ കലർന്ന് കൃത്രിമ മിശ്ര ഭാഷകൾ ഉണ്ടാകാറുണ്ട്. ഇത്തരം ഭാഷാ സങ്കലനം ഭാഷാ പരിണാമ ചരിത്രത്തിൽ കാര്യമായ മാറ്റമൊന്നും വരുത്താറുമില്ല. രാമകഥാപാട്ട് ഇത്തരത്തിലുള്ള ഒരു മിശ്രത്തിന് ഉദാഹരണമാണ്. രാമകഥാപാട്ടിൽ നമ്മുടെ ഭാഷാ ചരിത്രത്തിൽ എടുത്തു പറയേണ്ട സ്ഥാനമൊന്നും ഇല്ല. പിന്നീടുണ്ടായിട്ടുള്ള പാട്ടുകളെ ഈ പാട്ട് യാതൊരു വിധത്തിലും സ്വാധീനിച്ചിട്ടും ഇല്ല എന്നുള്ളതാണ്.
വലിപ്പം കൊണ്ടും പ്രതിപാദ്യ വിഷയത്തിൻ്റെ മഹത്വം കൊണ്ടൊക്കെ രാമകഥാപാട്ട് തെക്കൻ പാട്ടുകൾക്കിടയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതുമാണ്. ഇരവിക്കുട്ടിപ്പിള്ള പോരോ, അഞ്ചു തമ്പുരാൻ പാട്ടോ, ചാമുണ്ടി കഥ തുടങ്ങിയിട്ടുള്ള തെക്കൻ തിരുവിതാംകൂറിലുള്ള പാട്ടുകൾ ധാരാളം ഉണ്ടല്ലോ. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ രാമകഥാപാട്ട് കുറേ കൂടി രാമകഥാപാട്ടിനെ അപേക്ഷിച്ച് ഈ കൃതികളൊക്കെ വാമൊഴി പാരമ്പര്യത്തോട് അടുത്ത് നിൽക്കുമ്പോൾ കുറച്ചും കൂടി അതിൽ നിന്ന് മാറിയ ഒരു ശൈലിയാണ് രാമകഥാപാട്ടിനെ കാണുന്നത്. പാട്ട് സാഹിത്യത്തിൻ്റെയോ ഭാഷയുടെയൊക്കെ വികാസ ചരിത്രത്തിൽ അതുകൊണ്ട് തന്നെ ഈ പാട്ടുകൾക്ക് നമുക്ക് സ്ഥാനം കൊടുക്കാൻ പറ്റില്ല. പക്ഷെ രാമകഥാപാട്ടിന് അങ്ങനെയല്ലതാണ്. അപ്പോൾ തെക്കൻ തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ഒരു സാമാന്യ വ്യവഹാര ഭാഷയാണ് ഇത്. അതായത് സാമാന്യ വ്യവഹാര ഭാഷയായിരുന്ന തമിഴുണ്ടല്ലോ, ആ തമിഴിൻ്റെ ഒരു ദേശീയ ഭേദത്തിലേക്ക് മലയാളത്തിൻ്റെ ഒരു സമാവേശം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ ഈ പാട്ടുകളൊക്കെ പ്രയോജനപ്പെടും എന്നാണ് ഗോദവർമ്മ പറയുന്നത്. ഒരു ദ്വിഭാഷാദേശത്ത് ഒരു കാലഘട്ടത്തിൽ നിലവിലിരുന്ന ഭാഷയുടെ സവിശേഷതകൾ മനസ്സിലാക്കാൻ ഇത്തരം കൃതികൾ പ്രയോജനപ്പെടുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുകയോ മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ പറയുകയായിരിക്കും ശരി. ഇനി പിൽക്കാല പാട്ടുകൾക്ക് അതിനുശേഷം വന്ന പാട്ടുകളെ കുറിച്ച് നമുക്കൊന്ന് പറയാം. കൃഷ്ണഗാഥ, എഴുത്തച്ഛൻ്റെ കൃതികൾ, നമ്പ്യാരുടെ കൃതികളൊക്കെ നമുക്കൊന്ന് സൂചിപ്പിച്ച് പോവാം. കൃഷ്ണഗാഥ, കിളിപ്പാട്ട്, പാനപ്പാട്ട്, വഞ്ചിപ്പാട്ട്, തുള്ളൽപ്പാട്ട്, വടക്കൻ പാട്ട്, ഇങ്ങനെ പാട്ട് എന്ന സംജ്ഞ പറഞ്ഞിട്ട് തന്നെ ചേർത്തിട്ട് തന്നെ പറയുന്ന ഒരുപാട് സാഹിത്യ പ്രസ്ഥാനങ്ങളും കൃതികളും മലയാളത്തിലുണ്ട്. അപ്പോൾ ഇവയൊന്നും ലീലാതിലകത്തിലെ പാട്ടിൻ്റെ നിർവചനമൊന്നും അനുസരിക്കുന്നുമില്ല. ദ്രവിഡ സംഘാതാക്ഷരത്തിൽ എഴുതപ്പെട്ടതല്ല. യദുക, മോന, അന്താതിപ്രാസം എന്നിവ അനുസരിക്കുന്നതുമല്ല. രാമചരിതവും നിരണം കൃതികൾ എന്നിവ പോലെ 4 പാദങ്ങളുള്ള പാട്ടുകളായിട്ടല്ല ഇവ മിക്കതും രചിച്ചിരിക്കുന്നത് ഈരടികളായിട്ടാണ്. അപ്പോൾ സംസ്കൃത വൃത്തങ്ങളില്ലാത്തതിനാൽ തന്നെ വൃത്തവിശേഷയുക്തം എന്ന് പറയാവുന്നത് ഈ പാട്ടുകളിൽ വൃത്തവിശേഷയുക്തം പാട്ട് എന്ന് പറയാവുന്ന ഒരു നയമുണ്ടെങ്കിലും യദുക ദ്വിതീയാക്ഷരപ്രാസമായും മോന ആദ്യാക്ഷരപ്രാസമായും നിയമേന അല്ലെങ്കിലും കാണുന്നുമുണ്ട്. അത്രയ്ക്കൊക്കെ തന്നെയുള്ളൂ. കൃഷ്ണഗാഥ, എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടുകൾ എന്നിവയിൽ പ്രതിപാദ്യവും പ്രതിപാദന രീതിയും രാമചരിതാദി പാട്ടുകൃതികളിലേതിന് സദൃശ്യമാണ്. അപ്പോൾ ഭാഷാ വിഷയമായും പാട്ടുകൃതികളോട് ഭാഷാ വിഷയമായിട്ടും ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അതിനുശേഷം വരുന്നത് ഭാഷയുടെ കാര്യത്തിലും അക്കാലത്തെ പാട്ടുകൃതികളോട് ഇത് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ദ്രമിഡ സംഘാതാക്ഷര നിബന്ധം അല്ലാഞ്ഞിട്ടും കുറേ തൽഭവങ്ങളെ ഇവയിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഈ പദങ്ങൾ ഭാഷയിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയതുകൊണ്ടായിരിക്കാം എന്നാണ് നമ്മൾ ഊഹിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കൃഷ്ണഗാഥ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട എഴുത്തച്ഛൻ്റെ കൃതികൾ, കൃഷ്ണഗാഥ, എഴുത്തച്ഛൻ്റെ കൃതികൾ, നമ്പ്യാരുടെ കൃതികൾ, തുള്ളൽ കൃതികൾ തുടങ്ങിയ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ മാത്രമാണ് ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നത്.